ഹലോ, ടു ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കുട്ടീസ്, എല്ലാവരും എക്സാമിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞോ? വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് NMMS അല്ലേ? എസ്പെഷ്യലി ഇൻ കേരള. കേരളത്തിലെ മക്കളൊക്കെ പൊള്ളിയല്ലേ, ഇവരൊക്കെ നന്നായിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഇയറും കേരളത്തിൻ്റെ കട്ട് ഓഫ് ഇങ്ങനെ കയറി കയറി വരിക. മറ്റുള്ള സ്റ്റേറ്റുകളിൽ 80, 85 ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ എത്രയാ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയാ? നമ്മുടെ നാട്ടിൽ 140 ആണ്. അപ്പൊ അത്രയും പഠിക്കുന്ന മക്കള്, അത്രയും IQ-യുടെ മക്കളാണ് നമ്മുടെ കേരളത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു തെളിവ് അല്ലേ? അപ്പൊ ഇതുപോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു പ്രിപ്പറേഷൻ ഒന്നും നടത്തിയാൽ പോരാ മക്കളെ, അതിന് നല്ലൊരു സ്ട്രാറ്റജി തന്നെ വേണം. ഇനിയും സമയമുണ്ട്. എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലേ, December 30. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തുണ്ട്, സമയമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്മാർട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റ് ആവാം. നിങ്ങൾക്കറിയാം, സാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈഡാണല്ലോ സിലബസ്, ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ ചോദിക്കുക, പ്രീവിയസ് ഇയർ. എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് അതിന് കിട്ടും കേട്ടോ. പക്ഷെ മാറ്റ് അങ്ങനെയല്ല. മാറ്റിൽ നമുക്ക് 90 ഔട്ട് ഓഫ് 90 സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാക്ടീസ് ചെയ്യുക. കാരണം കംപ്ലീറ്റ് റിപ്പീറ്റഡാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ ആണ്, വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ചിലപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ എറേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസിൽ ഒരു മിസ്മാച്ച് വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ അതിൽ സ്റ്റക്ക് ഓൺ ആവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സമയം പോകുകയെന്നല്ലാണ്ട് നമുക്ക് ഈ 90 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ കഴിയില്ല, ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് സ്റ്റക്ക് ഓൺ ആവരുത്. ഒരു ചോദ്യം 2 പ്രാവശ്യം നോക്കി വായിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനടി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക, എന്നിട്ട് ചെയ്യുക. അപ്പോൾ ഈ കിട്ടാത്തൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്ത് 90 ക്വസ്റ്റ്യൻസ് നമ്മൾ കാണണം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, 90 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത ശേഷം തിരിച്ചു വരിക. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം 90 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലേ? 90 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ അപ്പം എത്ര, 90 മിനിറ്റേ ഉള്ളൂ. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ്. മാത്സ് നമുക്കറിയാം, ചിലത് നമുക്ക് 1 മിനിറ്റ് വേണ്ട, ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ മോർ ദാൻ 1 മിനിറ്റ് വേണം അല്ലേ? അപ്പം അതിങ്ങനെ ഈക്വലൈസ് ചെയ്ത് പോകണം നമ്മൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രിക്സൊക്കെ പറഞ്ഞു തരാം. അതായത് ഞാൻ ഇതിൽ ഒരു 4-5 മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നിങ്ങളത് എത്ര സമയം എടുക്കുന്നു ആ ക്വസ്റ്റ്യൻ, നിങ്ങൾ ചിലപ്പോൾ 2 മിനിറ്റ് എടുക്കാം. പിന്നെ നിങ്ങളൊക്കെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് നിങ്ങൾ 30 സെക്കൻഡ്സിലൊക്കെ ചിലപ്പോൾ ചെയ്യും കേട്ടോ. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. മാച്ച് ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റിൽ കൂടുതൽ ഷുവറായിട്ടും എടുക്കില്ല. 30 സെക്കൻഡ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം അല്ലേ? എന്താ മക്കളെ, റെഡി അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും നിങ്ങൾ നോക്കട്ടെ. ഇതൊരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പാർട്ടിൽ വരുന്നതാണ്. റേഷ്യോ പ്രൊപ്പോർഷൻ, അംശബന്ധം എന്ന് പറയും. അംശബന്ധമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഫുള്ള് സെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ സെറ്റാണ്, എനിക്കറിയാം, എൻ്റെ മക്കളെ അടിപൊളിയാണ്. അപ്പം എന്താണ് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A:B = 2:3, B:C = 4:5. അങ്ങനെയാണെങ്കിൽ, അതായത് A:B എന്ന് പറയുന്നത് 2:3 ആണ്,
B/C എന്നത് 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ A/B/C എത്ര എന്നാണ് ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ക്ലാസ്സിൽ ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഒരു ഫൈനൽ ലാപ്പ്, ഒരു ലാസ്റ്റ് ടച്ചപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതൊരു വൈഡ് ക്ലാസ് അല്ല. ഇതിന്റെ സ്റ്റെപ്സും ഇതൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് 30 സെക്കൻഡ്സിൽ നമ്മൾ എങ്ങനെ ഇതിന് ആൻസർ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ബിലോ 1 മിനിറ്റ്, 1 മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ട് നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ് നോക്കാൻ പോണത്. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് ചെയ്തു നോക്കും. നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുന്നത് നോക്കട്ടെ, ഒന്ന് ചെയ്തു നോക്കും. ചെയ്തോ? കിട്ടിയോ? കിട്ടിയോ കുഞ്ഞുങ്ങളെ? എത്ര ആൻസർ കിട്ടിയത്? കിട്ടിയോ? ഓക്കെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അല്ലെ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തന്നത് A/B എന്ന് പറയുന്നത് 2:3 എന്നാണ്. B/C എന്ന് പറയുന്നത് 4:5 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യം ഏതാ? B ആണ് അല്ലെ. രണ്ടിലും ഏതാ കോമൺ ആയിട്ടുള്ളത്? B ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തന്ന വാല്യൂസ് A/B/C ഇതാണല്ലോ. ഇതിന്റെ നേരെ അതാത് വാല്യൂ അതിന്റെ നേരെ എഴുതുക. അപ്പൊ എയുടെ താഴെ 2, ബിയുടെ താഴെ 3. രണ്ടാമത്തെ കേസിൽ എന്താണ്? ബിയുടെ താഴെ 4, സിയുടെ താഴെ 5. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ എഴുതിയത് മനസ്സിലായോ? നമുക്ക് 3 വാല്യൂ തന്നിട്ടുണ്ട്, A/B/C. അതിൽ ബി 2 എണ്ണത്തിലും ഉണ്ട് അല്ലെ. അപ്പൊ A/B/C അതിന്റെ നേരെ താഴെ അതാത് വാല്യൂസ് എഴുതാം. ഇനിയാണ് നിങ്ങളുടെ ട്രിക്ക്. ഇനിയാണ് നമ്മുടെ ട്രിക്ക്. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഒരു ലൈൻ ഇട്ടു അല്ലെ. പിന്നെ എന്ത് ചെയ്തു? ഇങ്ങോട്ടൊരു ലൈൻ ഇട്ടു. പിന്നെ എന്ത് ചെയ്തു? ഇങ്ങോട്ടൊരു ലൈൻ ഇട്ടു. ഇതെന്താ? അത് ഈ ടീച്ചർ ലൈൻ വെട്ടി കളിക്കുകയാണോ? എന്താ ഈ ടീച്ചർ ലൈൻ ഇട്ടതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് മനസ്സിലായോ? വല്ല മനസ്സിലായോ? നല്ല മനസ്സിലായോ? കുറെ ലൈൻ ഇട്ടങ്ങ് കളിക്കുന്നുണ്ട് അല്ലെ. ഒന്നുമില്ല, ഈ ലൈൻ ഇട്ട രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ലൈൻ ഇട്ട പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം ഞാൻ എങ്ങോട്ടാ ലൈൻ ഇട്ടത്? താഴോട്ട് അല്ലെ. അപ്പൊ 2 × 4 എത്ര വരിക? 8 ആണോ? ഇനി ഞാൻ എന്ത് ചെയ്ത്? താഴ്ന്ന് മുകളിലേക്ക് ലൈൻ ഇട്ടു അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3. 4 × 3 എത്രയാണ്? 12. ഇനി എന്താ ഞാൻ ചെയ്ത്? ഇവിടെ നിന്ന് താഴോട്ട് ലൈൻ ഇട്ടു അല്ലെ. 3 × 5. 3 5s are 15. 3 5s are 15. എന്താ ചെയ്ത? മനസ്സിലായോ? മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇതാണ് നമ്മുടെ ആൻസർ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നും ചെയ്യാനല്ല, ആദ്യം എന്ത് ചെയ്യുന്നു? നമുക്ക് 3 വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്, A/B/C. അതാത് വാല്യൂ അതാത് ലെറ്ററിന്റെ നേരെ എഴുതാം. എ ഇവിടെ 2 ആണല്ലോ. ഇത് നിങ്ങൾക്ക് അറിയാലോ. A/B = 2:3 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3. അതിൽ സംശയമില്ലല്ലോ. നിങ്ങൾ ഓൾറെഡി റേഷ്യോ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അംശബന്ധത്തിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത്. ലാസ്റ്റ് ലാപ്പ് ആണല്ലോ നമ്മളെ. അതിന്റെ നേരെ ആ നമ്പർ അങ്ങ് എഴുതി 2. ബി എന്ന് പറയുന്നത് 3. പിന്നെ രണ്ടാമത്തെ കേസിൽ B/3 ബിയുടെ വാല്യൂ എത്രയാണ്? 4. ഇനി സിയുടെ വാല്യൂ 5. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. നമ്മളിവിടെ തന്ന ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ ആ വരയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ?
താഴോട്ട്, മുകളിലോട്ട്, താഴോട്ട്. ഒന്നും ചെയ്യാനില്ല, ഇത് ഡയറക്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ആൻസർ ഇവിടെ സെറ്റ് ആണ്. 2 into 4 ആ വരയിട്ട പോലെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 8. 4 into 3 12. 3 into 5 15. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എത്ര സമയം എടുത്തു ഇത് ചെയ്യാന്? ഞങ്ങളെ റേഷ്യോയും പ്രപ്പോർഷനും ഒന്നും കാണണ്ട. നമുക്ക് ഇവിടെ സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സ്റ്റെപ്പിന് എന്തെങ്കിലും മാർക്കുണ്ടോ NMMS-ൽ? ഇല്ല. എന്തിനേ മാർക്കുള്ളൂ? ആൻസറിനെ മാർക്കുള്ളൂ. ആ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ള ഒരു സ്റ്റെപ്പിന്റെ ഇവിടെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആൻസർ പോരെ? മതിയോ? ആൻസർ പോരെ? ആൻസർ മതി. ആൻസർ കിട്ടി. എത്ര സമയം എടുത്തു ഇത് ചെയ്യാൻ? 30 seconds പോലും ആയില്ല അല്ലെ? ഡയറക്റ്റ് വേഗം അങ്ങ് എന്ത് ചെയ്യാം, ആ വാല്യൂ അതുപോലെ അങ്ങോട്ട് എഴുതാം. ഈ വര ഇട്ടത് മാത്രം ശ്രദ്ധിക്കാം. താഴോട്ട്, മുകളിലോട്ട്, താഴോട്ട്. അതങ്ങനെ ആ നമ്പേഴ്സ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇപ്പൊ ഇവിടെ A:B:C എന്നാണ് നമ്മളെ ചോദ്യം. ഇങ്ങനെയല്ല ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിലിപ്പോ A:C ആണ് നിങ്ങളോട് ചോദിച്ചതെന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? A:C ആണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ ഇനി അത് ചെയ്യാൻ വേറെ പോകേണ്ട ആവശ്യമില്ല. ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. അപ്പൊ A:C ആണ് ചോദിക്കുന്നതെങ്കിൽ 8:15 എന്ന് വരും. A:C ആണെങ്കിൽ 8:15. ക്ലിയർ ആയോ? ചോദിക്കുന്ന ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ചിലപ്പോ ഇവിടെ C:A എന്നാണ് ചോദിക്കുന്നതെങ്കിലോ, C:A വാല്യൂ എന്ത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം തന്നത് ഏതാണ്? C ആണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇവിടെ C:15 ആണ്, A 8 ആണ്, 15:8. അപ്പൊ ഈ ചോദ്യത്തിനനുസരിച്ച് ഇതിന്റെ ഉത്തരം മാറും. എല്ലാ ഉത്തരവും നമുക്ക് ഇത് തന്നെ കിട്ടും. ക്ലിയർ ആയോ? ഇതുപോലത്തെ ഒരു ചോദ്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ നമ്പർ ഒന്ന് മാറ്റുന്നു അല്ലെ. A:B 2ക്ക് പകരം ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? 3. 5. ഇതോ 4:5. വാല്യൂ ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്കിത് വേറെ ഏതെങ്കിലും അപ്ലൈ ചെയ്ത് കിട്ടുണ്ടോ നോക്കണ്ടേ. 2 6. എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല, A:B:C അല്ലെ. A 3 ആണ്, B 5 ആണ്, തൊട്ട് താഴത്തേല് B 2 ആണ്, 6 ആണ്. നമ്മുടെ ഡയറക്ഷൻ എങ്ങനെയാ? 1 2 3 അല്ലെ. നമ്മുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പൊ ഇവിടെ 3 into 2 6, 2 into 5 10, 5 into 6 30. ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി എക്സാമ്പിൾ കാണോ? നിങ്ങൾ എന്ത് ചെയ്യാം? വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കോട്ട് പോയിട്ട് എങ്ങനെ ചെയ്തെന്ന് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ് എടുത്തോ നമ്മളിത് ചെയ്യാം. 30 seconds പോലും എടുത്തില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഇത് നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ NMMS-ന്റെ ക്വസ്റ്റ്യനുള്ള ഒരു ചോദ്യം കേട്ടോ. A ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, B ഇതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്യും. A ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, B ഇതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്യും. ഈ ജോലിയുടെ കോൺട്രാക്ട് തുക 220 രൂപയാണ്. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ബിക്ക് എത്ര രൂപ ലഭിക്കും? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് A ഒരു ജോലി 6 ദിവസം കൊണ്ടാണ് ചെയ്യാം. എയുടെ കപ്പാസിറ്റി ആണത്. എക്ക് ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? 6 ദിവസം വേണം. ഇത് നിങ്ങൾക്ക് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ 2024 NMMS-ലെ ചോദിച്ചൊരു ചോദ്യമാണ്. A ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, B അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്യും. ഈ ജോലിയുടെ കോൺട്രാക്ട് തുക 220 രൂപയാണ്. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ബിക്ക് എത്ര രൂപ ലഭിക്കുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചോദ്യം മനസ്സിലായല്ലേ? രണ്ടുപേരുടെയും
ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. എ ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം, അതേ ജോലി ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ദിവസം മതി. അപ്പൊ ഇവര് രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ജോലി ചെയ്യണം. അതിലെ കോൺട്രാക്ട് റുപ്പീസ് അവർ കൊടുക്കുന്ന ആ കോൺട്രാക്ടർ ഈ ജോലി തീർത്താൽ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് 220 രൂപയാണ് അല്ലെ. അപ്പൊ ഇവർ ഒരുമിച്ച് ഈ ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബി എത്ര രൂപ കൂലിയായിട്ട് മേടിക്കും, അല്ലെങ്കിൽ ഈ തുകയിൽ ഈ 220 രൂപയിൽ ബിക്ക് കിട്ടുന്ന പൈസ എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് കാണുമ്പോൾ എക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണോ അല്ലെ, ബിക്ക് 5 ദിവസം മതി. അപ്പൊ ഇവിടെ എഫിഷ്യൻസി കൂടുതൽ ആർക്കാണ്? അതായത് ജോലി ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ആർക്കാ? ബിക്കാണ് അല്ലെ. കാരണം ബിക്ക് 5 ദിവസം മതി, പക്ഷെ എക്ക് അതേ ജോലി ചെയ്യാൻ 6 ദിവസം വേണം. അപ്പൊ ഇവര് രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ആരാണ് സ്പീഡ് ചെയ്യുക? തീർച്ചയായിട്ടും ബി ആയിരിക്കും അല്ലെ. ബി അല്ലേ സ്പീഡ് ചെയ്യാം. അപ്പൊ കൂലി കൂടുതൽ കിട്ടേണ്ടത് ആർക്കാണ്? ബിക്ക് തന്നെയല്ലേ കിട്ടേണ്ടത്. മനസ്സിലാവുണ്ടോ? ഇത് ചോദ്യം വായിക്കാൻ എത്ര സമയം വേണ്ട കേട്ടോ. ചോദ്യം വായിക്കാൻ എത്ര സമയം വേണ്ട. ഇത് നമുക്ക് എങ്ങനെ 1 മിനിറ്റിന് താഴെ സമയം എടുത്ത് ചെയ്യാം നോക്കാം അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? എയും ബിയും ആണ് ഇവിടെ ഉള്ളത് ആണല്ലോ. എയും ബിയും. എക്ക് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 6 ദിവസം വേണം. അതവിടെ എഴുതി. ബിക്ക് അതേ ജോലി ചെയ്യാൻ എത്ര ദിവസം മതി? 5 ദിവസം മതി. ഇവർ രണ്ടാളും ഒരുമിച്ചാണോ ഈ ജോലി ചെയ്തത്? ആണല്ലോ. ഇവർ രണ്ടാളും കൂടി ചെയ്യുമ്പോൾ ഇത് എന്ന് പറയുന്നത് ഇവരുടെ എഫിഷ്യൻസി ആയിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഇവരുടെ ജോലി ചെയ്യാനുള്ള കഴിവായിട്ട് എടുക്കുകയാണ് ഈ 6ഉം ഈ 5ഉം. 6ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. അപ്പൊ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ജോലി ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് 11 ആണ്. ഈ 11ല് ബിയുടെ സ്പീഡ്, അതായത് ഇത് ഇവരുടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇതിനെ നമ്മൾ എന്താക്കി എടുക്കുകയാണ്? നിങ്ങൾക്ക് വേഗം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ എന്താക്കി എടുക്കുക? എഫിഷ്യൻസി ആക്കി എടുക്കുകയാണ്, കഴിവായിട്ട് എടുക്കുകയാണ്. അപ്പോ ടോട്ടൽ ഇത് എന്ന് പറയുന്നത് 11 ആണ്. അതിൽ എയുടെ 6/11, ബിയുടെ എന്ന് പറയുന്നത് 5/11 ആണ് ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എയുടെ കഴിവ് ബിക്കും ബിയുടെ കഴിവ് എക്കുമായിട്ട് ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? മാറ്റിക്കൊടുത്തു. ഒന്നും മനസ്സിലായിണ്ടാവില്ലല്ലോ, ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. എ ചെയ്യുന്നത് 6 ദിവസം, 6 ദിവസം. ബി ചെയ്യുന്നത് 5 ദിവസം കൊണ്ട്. അപ്പൊ ഇവിടെ ആർക്കാണ് എഫിഷ്യൻസി, കഴിവ് കൂടുതൽ ആർക്കാ? ബിക്കാണ്. കാരണം ബി ആണ് സ്പീഡ് ചെയ്യുന്നത് അല്ല. ഇവര് രണ്ടാളും കൂടി ഒരുമിച്ച് ഈ ജോലി എടുത്തു. അതായത് 5ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 കിട്ടി. അതുവരെ മനസ്സിലായല്ലേ നിങ്ങൾക്ക്? അതുവരെ മനസ്സിലായോ? 11 ഇവർ ചെയ്ത ടോട്ടൽ എഫിഷ്യൻസി. ഇവരുടെ ടോട്ടൽ കഴിവ് എന്ന് പറയുന്നത് 11. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഈ ഇവരുടെ രണ്ടുപേരുടെ കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് എയുടെ ബിക്കും കൊടുക്കും, ബിയുടെ എക്കും കൊടുക്കും. ഇത് നമ്മൾ ദിവസമായിട്ടല്ല ഇവിടെ എടുക്കുന്ന എഫിഷ്യൻസി, കഴിവ്, ജോലി ചെയ്യാനുള്ള കഴിവായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എയുടെ എന്ന് പറയുന്നത് 6/11 ആണ്, ബിയുടെ എന്ന് പറയുന്നത് 5/11 ആണല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിയുടെ ജോലി എന്ന് പറയുന്നത്, എയുടെ ജോലി 5/11 ആയി, ബിയുടെ ജോലി 6/11 ആയി. ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഒന്നുമില്ല, ജസ്റ്റ് 6ഉം 5ഉം അവിടെ അതേപോലെ എഴുതി, നമുക്ക് തന്നത് വെച്ചിട്ട് അതേപോലെ അവിടെ എഴുതി. ഇത് ചെയ്യണമെങ്കിൽ LCM അതും ഇതൊക്കെ എടുത്ത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ പ്രൊസീജിയേഴ്സ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ഒരൊറ്റ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ ആൻസറിലേക്ക് എത്താന്നുള്ളതാണ്. ഷോർട്ട് കട്ട് വഴി എങ്ങനെ ആൻസറിലേക്ക് എത്താന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇവിടെ വേറൊന്നും നോക്കുന്നില്ല. അപ്പൊ ഈ ദിവസത്തിന് നമ്മൾ എന്തായിട്ട് എടുത്തു? ഇവിടെ ഇവരുടെ കഴിവായിട്ട് എടുത്തു, ജോലി ചെയ്യാനുള്ള കഴിവ്. ഇപ്പൊ രണ്ടാളും കൂടി ജോലി ചെയ്യാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ 11. 6ഉം 5ഉം കൂടി കൂട്ടിയ 11. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്തു? അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 6/11. ആ 6/11 ബിയുടെ എഫിഷ്യൻസി കിട്ടിയില്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളെ
കോൺട്രാക്ടറിന്റെ പൈസ 220 ബിയുടെ എഫിഷ്യൻസി ഈ പൈസയിൽ നിന്ന് കട്ട് ചെയ്ത്, അതായത് ജസ്റ്റ് നമ്മൾ സാധാരണ വെട്ടിച്ചെറുതാക്കുന്ന പരിപാടി അല്ലെ. ഈ 11 22 2 പ്രാവശ്യം പോകും. ഇവിടെ ഒരു 0 ഉണ്ട്, 0 ഇട്ടു. അപ്പൊ 6 × 2 120. എത്ര രൂപയാണ് ബിക്ക് കിട്ടുക? ബിക്ക് എത്ര രൂപ കിട്ടും? 120 രൂപ കിട്ടും. മനസ്സിലായോ? ബിക്ക് 120 രൂപ കിട്ടും. ഒന്നുകൂടി പറയണോ? എയും ബിയും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ രണ്ടുപേരുടെയും ജോലി ദിവസത്തിന് എന്ത് ചെയ്യുക? ആദ്യം തന്നെ അങ്ങോട്ട് തിരിച്ചെഴുതുക. എയുടെ താഴെ ബിയുടെ എഴുതുക, ബിയുടെ താഴെ എയുടെ എഴുതുക. ഓക്കെ, ഇത് ഇവരുടെ വർക്കിംഗ് എഫിഷ്യൻസിയാണ്. ഇതിന്റെ ടോട്ടൽ 11 ആണല്ലോ. ഇനി ഈ 11 ബി എത്ര ചെയ്തു? 6. അതേപോലെ 11 എ 5. അത്രേ ഉള്ളൂ. 6/11 ബിയുടെ എഫിഷ്യൻസി. അതേ ഇൻറ്റു 220. 220 നമ്മളെ തുകയാണ്. ഇവിടെ 2 കിട്ടി. 0.20 = 120. സിമ്പിൾ. എത്ര സമയം എടുത്തു ചെയ്യാൻ? 1 മിനിറ്റ് എടുത്തോ? അല്ലാതെ ഇതിന്റെ LCM കാണാം, എഫിഷ്യൻസി കാണാം, 220 സ്പ്ലിറ്റ് ചെയ്യുക, അതിന് ബിക്ക് ഇത്ര കൊടുക്കുക, സിക്ക് ഇത്ര കൊടുക്കുക, അതിന്റെ ഒരു തലവേദനന്റെ ആവശ്യമില്ല. ഓക്കെ, ഇതുപോലത്തെ ഒരു ചോദ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഒരു പുരുഷൻ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു, ഒരു സ്ത്രീ ഇതേ ജോലി 4 ദിവസം കൊണ്ട് ചെയ്തു അല്ലെ. ഇരുവരും ഒരുമിച്ച് ഒരു ദിവസം ജോലി ചെയ്താൽ ആകെ എത്ര രൂപ കിട്ടും? 210 രൂപ കൂലി കിട്ടും. അങ്ങനെയെങ്കിൽ പുരുഷന്റെ വിഹിതം എത്രയെന്നാ ചോദിച്ചിരിക്കണം. ആരുടെ വിഹിതം ചോദിച്ചത്? അപ്പൊ ആദ്യം നമ്മൾ പുരുഷൻ എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം? മെൻ എന്ന് എഴുതാം അല്ലെ. പുരുഷൻ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ നമുക്ക് മെൻ എന്ന് എഴുതാം. സ്ത്രീനെ സൂചിപ്പിക്കാൻ എന്ത് ചെയ്യാം? വുമൺ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എങ്ങനെ പറഞ്ഞ് രണ്ടാളുടെയും ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. അപ്പൊ മെന്നിന് എന്ത് കിട്ടും? 4, വുമണ് 3. 4 3 എത്രയാ? 7. മെന്നിന്റെ എഫിഷ്യൻസി 4-7, വുമണിന്റെ എഫിഷ്യൻസി 3-7. ഇനി ഇവർക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 210. അല്ല, നമുക്ക് ആരതാ കാണേണ്ടത്? പുരുഷന്റെ വിഹിത കാണേണ്ടത് അല്ലെ. അപ്പൊ പുരുഷന്റെ എഫിഷ്യൻസി നമുക്ക് ഇവിടെ കിട്ടി, കഴിവ് കിട്ടി. 4/7 × 210. 7 21 3 പ്രാവശ്യം. ഇതൊക്കെ സ്പീഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഹരണവും ഗുണനവും ഒക്കെ വൃത്തിയായിട്ട് അറിയണം കേട്ടോ. എങ്കിലേ സ്പീഡ് ചെയ്യാൻ കഴിയുള്ളൂ. 21 3 പ്രാവശ്യം പോയി. അപ്പൊ 4 3 12, 120 രൂപ. ഇതാണ് നമ്മളെ ആൻസർ. ഇനിയിപ്പോ ഈ ചോദ്യം ഒന്ന് തിരിച്ചാ ചോദിക്കണമെന്ന് വിചാരിക്കാം. സ്ത്രീക്ക് എത്ര രൂപ കിട്ടുന്നാണെങ്കിൽ ഒന്നുമില്ല, ഇവിടെ സ്ത്രീയുടെ എഫിഷ്യൻസി ഉണ്ട്. സ്ത്രീയുടെ എഫിഷ്യൻസി എത്രയാണ്? സ്ത്രീയുടെ എഫിഷ്യൻസി എത്രയാണ്? 3/7 അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3/7 × 210. 7 21 3 പ്രാവശ്യം പോവും. 30 90. 90 നമുക്ക് നേരത്തെ എത്ര കിട്ടിയത്? സോറി 90. എത്ര രൂപ കിട്ടും? സ്ത്രീക്കാണെങ്കിൽ എത്ര രൂപ കിട്ടും? 90 രൂപ കിട്ടും. പുരുഷനാണെങ്കിൽ പുരുഷന്റെ എഫിഷ്യൻസി. ക്ലിയർ ആയോ? ഒന്നുമില്ലടാ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്നും ചെയ്യാനല്ല മക്കളെ. നിങ്ങൾ ഈ ദിവസം എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക, റിവേഴ്സ് കൊടുക്കുക. മെന്ന് വുമണ്. മെന്നിന് 4 വുമണിന് 3. രണ്ടും കൂടി കൂട്ടുമ്പോൾ 7. അതായത് മെന്നിന്റെ എഫിഷ്യൻസി 4/7, വുമണിന്റെ എഫിഷ്യൻസി 3/7. നമുക്കതിൽ കിട്ടേണ്ടത് ആരുടെ? പുരുഷന്റെ വിഹിതമാണ്. 4/7 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 4/7 × 210. 7 21 3 പ്രാവശ്യം പോവും. 30 4 3 12, 120. സെറ്റ് അല്ലേ? ഈസി അല്ലേ? കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ഇനി ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഞങ്ങൾ എത്ര സമയം എടുക്കും ചെയ്യാൻ? ഇത് നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളെ NMMSന്റെ മാറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോഡ് നമ്പർ 7 കോഡ് നമ്പർ 7 അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയതെന്ന് അറിയോ?
46ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും റെഫർ ചെയ്യണേ. ആ റെഫർ ചെയ്യാതെ പോവുകയരുത്. ക്ലിയർ ആയോ? ഈസി അല്ലേ? ഇനി പറയണത് ഇനി പറയേണ്ടി വരില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ എത്ര സെക്കൻഡ് കൊണ്ട് ചെയ്തു? 1 മിനിറ്റ് കൊണ്ട് 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദർ ഇസ് നോ നീഡ് ഓഫ് സ്റ്റെപ്സ്, അല്ലെങ്കിൽ അതുപോലെ വലിയ ലോങ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ലോജിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻസറിലേക്ക് വരികയാണ്. ഇനി അടുത്തൊരു ചോദ്യം. ഇത് നിങ്ങളെ പ്രീവിയസ് ഇയർ 2024 മാറ്റിലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോഡ് നമ്പർ 7. നിങ്ങൾ നോക്കി വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇത് നമ്മളെ സ്പീഡിൽ വരുന്നൊരു ചോദ്യമാണ്. എന്താണ്? മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എത്ര സെക്കൻഡ് കൊണ്ട് പാലത്തിനരികിലുള്ള ഒരു ടെലഗ്രാഫ് പോസ്റ്റിനെ കടന്നു പോകും? അതായത് മണിക്കൂറിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. എത്ര കിലോമീറ്റർ സ്പീഡിലാണ്? 36 കിലോമീറ്റർ വേഗതയിൽ സ്പീഡിൽ ആ ട്രെയിൻ മൂവ് ചെയ്യാണ്. ട്രെയിനിന്റെ നീളം എത്രയാ പറഞ്ഞിട്ടുണ്ട്? 100 മീറ്റർ നീളം. അപ്പൊ എത്ര സെക്കൻഡ് കൊണ്ട് പാലത്തിനരികിലുള്ള ഒരു ടെലഗ്രാഫ് പോസ്റ്റിനെ ഇത് കടന്നു പോകുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടെലഗ്രാഫ് അല്ലെങ്കിൽ വഴിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആളെ ക്രോസ് ചെയ്തിട്ട് ആ ട്രെയിൻ പോകാൻ എത്ര സമയം എടുക്കും? അങ്ങനെയുള്ള നമ്മളെ ഇതാക്കാൻ വേണ്ടി. അതായത് അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ആളവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാഫ് പോസ്റ്റ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്, നോർമൽ ഇലക്ട്രിസിറ്റിന്റെ പോസ്റ്റ് ഉണ്ട്. ഇതിനെയൊക്കെ ക്രോസ് ചെയ്തിട്ട് ഒരു ട്രെയിൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെലഗ്രാഫ്, മനുഷ്യൻ, ഇതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വെറുതെ അവിടെ തരിക. അതൊന്നും നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. അതേസമയം വേറൊരു പാലം ക്രോസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ്, ഇത്ര നീളമുള്ള ഒരു ബസ് സ്റ്റാൻഡിനെ ക്രോസ് ചെയ്ത് പോവുകയാണ്, അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവിടെ ആ ബസ് സ്റ്റാൻഡിന്റെ അല്ലെങ്കിൽ ആ പാലത്തിന്റെ നീളത്തിന് അവിടെ പ്രസക്തി ഉണ്ട്. പക്ഷെ ഇവിടെ ഒരാൾ നിൽക്കുകയാണ്, ആ ആളെ ക്രോസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ആ പോസ്റ്റിനെ ക്രോസ് ചെയ്ത് ഒരു ട്രെയിൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ പോസ്റ്റിനെയോ മനുഷ്യനെയോ ഒന്നും ഇത് ജസ്റ്റ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുക എന്നല്ലാണ്ട് വേറൊന്നുമില്ല. അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. സാധാരണ രീതിയിൽ, അതായത് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഈ ട്രെയിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇയാൾ ഇവിടെ നിന്നോട്ടെ, അയാളവിടെ നിൽക്കുകയാണെങ്കിൽ അയാളെ ക്രോസ് ചെയ്ത് പോകാൻ നമുക്ക് ട്രെയിനിന്റെ നീളമൊന്നും എവിടെയും വരുന്നില്ല. ഓക്കെ. അപ്പൊ ഇത് നോർമലായിട്ട് നമുക്ക് സാധാരണ നിങ്ങൾ ചെയ്തതാണ്. സ്പീഡ് ട്രെയിനിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. സ്പീഡ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ അല്ലെ, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്. അപ്പൊ അതില് ഒരു ഫോർമുല ഉണ്ട് അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഫോർമുല പഠിക്കണം കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, സ്പീഡ് വേഗത, ടൈം സമയം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതാണ് നമ്മൾ പഠിക്കുന്ന ഫോർമുല. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഒന്നുമില്ല, ഡിസ്റ്റൻസ് കാണാന് സ്പീഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ടൈം കൊണ്ട് ഗുണിച്ചാൽ മതി അല്ല. ഇനിയിപ്പോ സമയമാണ് കിട്ടണ്ടെങ്കിലോ, സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സമയമാണ് കാണേണ്ടതെങ്കിൽ സമയം താഴെയല്ല, ഇവിടെ അല്ലേ, ടി ഇവിടെയല്ലേ ഉള്ളത്, ഡി മുകളിലാണ്, എസ് താഴെയാണ്. അപ്പൊ ഡി, ഈ വര എന്താ, ഡിവൈഡ് ആയിട്ട് എടുക്കുക, ഡി ബൈ എസ്. അപ്പൊ സമയമാണെങ്കിൽ നമുക്ക് എന്താണ് ഫോർമുല? ഡി ബൈ എസ് അല്ല. ഇനി സ്പീഡ് ആണെങ്കിലോ, ഡി മുകളിലാണ്, ടി താഴെയാണ്. സ്പീഡ് ആണെങ്കിൽ നമുക്ക് ഡി ബൈ ടി. മനസ്സിലായോ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡി ബൈ ടി. ഈ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ ചോദ്യം? നമ്മളെ ചോദ്യം എന്താ ഇവിടെ? 36 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ സ്പീഡ് ആണെന്ന് അറിയാലോ. സ്പീഡ് ഇസ് ഈക്വൽ ടു 36 കിലോമീറ്റർ പെർ അവർ കേട്ടോ. ഇനി
ട്രെയിനിന്റെ നീളം എന്ന് പറഞ്ഞ ട്രെയിനിന്റെ നീളം ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. 100 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടി. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ടി ഈസ് ഈക്വൽ ടു പറയൂ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ? ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണല്ലോ. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? 100 ആണ്. സ്പീഡോ 36 ആണ്. ഇത് വെട്ടിച്ചെറുതാക്കിയാല് നമുക്ക് ആൻസർ കിട്ടോ? ഇത് വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് ആൻസർ കിട്ടോ? കിട്ടൂലല്ലേ? എന്താ കിട്ടാത്ത? കാരണം ഇവിടെ ഇതിന്റെ യൂണിറ്റ് രണ്ടും രണ്ടാ. സ്പീഡിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് കിലോമീറ്ററിലും നീളത്തിന്റെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് മീറ്ററിലുമാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും യൂണിറ്റ് സെയിം ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങള് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും നിങ്ങളൊരു നമ്പർ വെച്ചിട്ടുള്ള ഒരു കോഡ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണത്? ഓർമ്മ ഉണ്ടോ? 5/18 18/5 ഇങ്ങനെ രണ്ട് നമ്പർ പഠിച്ചിട്ടില്ലേ? ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് എടുക്കുമ്പോൾ ഈ നമ്പർ പഠിപ്പിക്കാതെ മുന്നോട്ട് പോവില്ല. അതായത് തന്നിട്ടുള്ള യൂണിറ്റ് കിലോമീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 5/18 കൊണ്ട് ഗുണിക്കുന്നു. ഇനി തന്നിട്ടുള്ള യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാല് 5/18 ആണോ 18/5 ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഉപയോഗിക്കേണ്ടത്. അപ്പോ അത് ഓർക്കാൻ എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ പെർ അവർ ആണോ വലിയ യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് ആണോ വലിയ യൂണിറ്റ്? സംശയമൊന്നുമില്ല അല്ലെ? കിലോമീറ്റർ ആണ് വലുത്. അപ്പോ വലുതിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ മുകളിലുള്ള നമ്പർ വലുത്, ചെറുതിലേക്കാണ് പോകേണ്ടതെങ്കിൽ മുകളിലുള്ള നമ്പർ ചെറുത്. മനസ്സിലായോ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കാണ് ആക്കണം. അപ്പൊ വലുതിലേക്കാണ് പോകേണ്ടത്. അപ്പൊ മുകളിലുള്ള നമ്പർ എപ്പോഴും എന്തായിരിക്കും? വലുതായിരിക്കും. മീറ്റർ പെർ സെക്കൻഡ് കാരണം വലുതിലേക്കാ പോണേ. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ എന്ത് ചെയ്യുന്നു? മുകളിലുള്ള അളവ് ചെറുത്. കാരണം നമ്മൾ വലുതിന്ന് ചെറുതാക്കുകയാണ്. അപ്പൊ ഇവിടെ ഏതാ എടുക്കുക? ഇവിടെ ഇത് മീറ്ററിലാണ്, താഴെ കിലോമീറ്റർ ആണ്. നമുക്ക് മീറ്ററിലേക്ക് ആക്കണോ അല്ലെ? അപ്പൊ ഏതായിരിക്കും? 5/18. സംശയം ഉണ്ടാവും. 5/18 കൊണ്ട് നേരിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നേരിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 18 ഇവിടെ 36 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും ആണല്ലോ. 2 × 5 10. 2 × 5 10. ഈ 10 100ൽ എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം. നമ്മുടെ ആൻസർ കിട്ടി. എത്രയാണ്? 10 സെക്കൻഡ്. എത്ര ആൻസർ? 10 സെക്കൻഡ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ യൂണിറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ചെയ്യുമ്പോൾ യൂണിറ്റ് ഈക്വൽ ആവണം. പിന്നെ പോസ്റ്റോ ടെലഗ്രാഫ് എന്തേലും ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അതേസമയം ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കടന്നു പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസിൽ എന്ത് കൂടി വരും? ഇവിടെ ഈ ടെലഗ്രാഫ് പോസ്റ്റിന് പകരം 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഇത് മാറും. അപ്പൊ ഇവിടെ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ പാലത്തിന്റെ ഡിസ്റ്റൻസും വരും, ട്രെയിനിന്റെ നീളവും കൂടി വരും. അതാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. അപ്പൊ ഈ 100 എന്നുള്ളത് എന്തായിട്ട് മാറും? 200 ആയിട്ട് മാറും. ഒരു ടെലഗ്രാഫ് ആണെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യുക. അതിന് വലിയ പ്രസക്തി കൊടുക്കണ്ട. ഓക്കെ, ഇവിടെ സ്പീഡ് എത്രയാണ്? സ്പീഡ് 36 കിലോമീറ്റർ പെർ അവർ ആണ്. ഡിസ്റ്റൻസ് 100 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ്. ടൈം കാണാനുള്ള ഫോർമുല ടൈം ഇസ് ഈക്വൽ ടു ടി ഇസ് ഈക്വൽ ടു d/s. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 100. സ്പീഡ് എന്ന് പറയുന്നത് 36 ആണ്.
36 എന്നുള്ളത് km/h നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇതൊക്കെ വേറെ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഈ 36 5/18 കൊണ്ട് കട്ട് ചെയ്ത് ഞാൻ ഈ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യാർത്ഥം ഇവിടെ വേറെ ചെയ്ത് നോക്കാം കേട്ടോ. 36 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 36 2 പ്രാവശ്യം പോവും. ഈ രഞ്ച് 10 അങ്ങനെ കിട്ടും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? ആ 10 ഇട്ട് കൊടുത്താൽ മതി. 100നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10 എന്ന ആൻസർ കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. 2 5 10 10 100ൽ എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം 10 സെക്കൻഡ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞൊക്കെ മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ സ്പീഡിൽ ചെയ്യാന്നുള്ളതാണ് അവിടുത്തെ പ്രസക്തി. സ്പീഡിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിർത്താട്ടോ. ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി. ഇതും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഒരു ജോലിക്കാരന്റെ ശമ്പളം ആദ്യം 10% കൂട്ടി, പിന്നീട് എന്ത് ചെയ്തു? 10% കുറച്ചു. ശമ്പളത്തിലുള്ള മാറ്റം എന്ത്? ഒരു ജോലിക്കാരന്റെ ശമ്പളം ആദ്യം 10% കൂട്ടി, പിന്നീട് 10% കുറച്ചു. അങ്ങനെയാണെങ്കിൽ അയാളെ ശമ്പളത്തിലുള്ള ഡിഫറൻസ് എന്തെന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ വിചാരിക്കും, ആദ്യം എന്ത് ചെയ്തു? ഒരു 10% അയാൾക്ക് കൂട്ടി കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? 10% കുറച്ചു അല്ലെ? അപ്പൊ 10% കൂട്ടി 10% കുറച്ചു. അവിടെ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അപ്പൊ വേഗം നമ്മൾ എന്ത് ചെയ്യും? മാറ്റമില്ല എന്നുള്ള ഒരു ആൻസറിലേക്ക് പോകും. കാരണം രണ്ടും ഒന്നാണല്ലോ. 10% ആദ്യം കൂട്ടി, 10% പിന്നീട് കുറച്ചു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഇത് 10 കൂട്ടി 10 കുറച്ചു എന്നുള്ളതല്ല, 10% കൂട്ടി 10% കുറച്ചു എന്നാണ്. ഓക്കെ, ശതമാനത്തിന്റെ കണക്കാണ് ഇവിടെ. അതായത് 100 രൂപയുടെ 10% കൂട്ടി എന്ന് പറഞ്ഞാല് ഇപ്പൊ 100 രൂപ, അതിന്റെ 10% കൂട്ടി എന്ന് പറഞ്ഞാല് 100ന്റെ 10% 10 ആണ്. അയാളുടെ ശമ്പളം എത്രയായിട്ട് മാറി? 110 മാറി. മനസ്സിലാവണ്ടോ? ഇനി പിന്നീട് എന്ത് ചെയ്തു? ഇതിന്റെ 10% കുറയ്ക്കുകയാണ് ചെയ്തത്. 10% കുറയ്ക്കുമ്പോ ഈ 110ന്റെ 10%, മനസ്സിലാവണ്ടോ? 110ന്റെ 10% കുറയ്ക്കുമ്പോ 110ന്റെ 10% എന്ന് പറഞ്ഞാൽ 11 അപ്പൊ ഇയാൾക്ക് എത്ര കിട്ടുള്ളൂ? 99 റുപ്യ അപ്പുള്ളൂ. 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആ 100ഉം 10ഉം കൂടി കൂട്ടിയപ്പോ 110 റുപ്യ അയാൾക്ക് കൂട്ടി, 10% കൂട്ടി. പിന്നെ അയാൾ ഈ കൂട്ടിയ ശമ്പളത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? 10% കുറയ്ക്കണം അല്ലെ? കൂട്ടിയ ശമ്പളത്തിൽ നിന്ന് 10% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 110ന്റെ 10% എന്ന് പറഞ്ഞാൽ 11 രൂപയാണ്. അപ്പൊ 110 മൈനസ് 11 എന്ന് പറഞ്ഞാൽ എത്ര? 99. അപ്പൊ അയാൾക്ക് ഇവിടെ 1 രൂപ കുറഞ്ഞില്ലേ? കുറഞ്ഞോ? അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരേ ശതമാനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താല് എപ്പോഴും ശമ്പളത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ കുറവാണ്. അത് ആദ്യം മൈൻഡിൽ വെക്കാം. ഒരേ ശതമാനം കൂട്ടി കുറച്ചു എന്ന് പറഞ്ഞാൽ ശമ്പളത്തിലുള്ള മാറ്റം വരുന്നത് എപ്പോഴും എന്താണ്? കുറവായിരിക്കും. ശമ്പളം കുറവായിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. എപ്പോഴും കുറവായിരിക്കും. ആ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക. ഇനി നമുക്കിവിടെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം അല്ലെ? അതായത് അപ്പൊ മാറ്റമില്ല എന്നുള്ളത് ഇവിടെ നിന്ന് പോയില്ലേ? മാറ്റമില്ല എന്നുള്ളത് എന്ത് ചെയ്യും? ഇവിടുന്ന് പോയി. 1% വർധനവാന്നുള്ളതും പോയി. കാരണം കൂടുന്നില്ല. ഒരേ പെർസെൻറ്റേജ് കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ എപ്പോഴും ഉള്ള ശമ്പളം എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കുറഞ്ഞു എന്നുള്ളത്? ഇവിടെ 10% കൂട്ടി 10% കുറച്ചു. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുക. എന്താണ്? R-R² എന്നുള്ളത് വേണമെങ്കിൽ ഓർത്തിരിക്കുക കേട്ടോ. വേണമെങ്കിൽ മാത്രം ഓർത്താൽ മതി. -R²/100. ഈ മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? കുറവ് എന്നുള്ളതിനെയാണ് മൈനസ് ഡിനോട്ട് ചെയ്യുന്നത്. കുറവ് അല്ലെങ്കിൽ ലെസ് കേട്ടോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഫോർമുല ആ സമയത്ത് എക്സാം ഹാളിൽ ഈ ഫോർമുല ഒന്നും ഓർമ്മ വരണമെന്നില്ല. ഉണ്ടോ? ഇല്ല. എല്ലാവരുടെ കേസും അല്ല കേട്ടോ പറയണത്. നമുക്ക് ഒരു പ്രത്യേക അവസ്ഥയിൽ, മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ എക്സാം ഹാളിൽ ഉണ്ടാവുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇത് ഓർമ്മ വരണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എപ്പോഴും കുറവാണെന്നുള്ളത് നമുക്ക് അറിയാലോ.
കുറവാണെന്നുള്ളത് അറിയാം. അപ്പൊ ഇവിടെ നോക്ക് 10% അല്ലെ, 10% എന്നാണ് നമ്മൾ കാണുന്നത്. 0 നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇവിടെ വരുന്നത് എന്താണ്, ഒരു നമ്പർ ആണ് അല്ലെ, ആണല്ലോ. 1, 1ന്റെ സ്ക്വയർ എത്രയാ, 1 തന്നെയാണ്. 1ന്റെ സ്ക്വയർ 1 തന്നെയാണല്ലോ, സ്ക്വയർ എന്ന് പറഞ്ഞ വർഗം, 1ന്റെ സ്ക്വയർ 1 തന്നെയാണല്ലോ. അപ്പോ ഇവിടെ ആൻസർ എന്തായിരിക്കും, 1% കുറവ്. മനസ്സിലായോ, 1% കുറവ്. ഇനിയിപ്പോ വേണ്ട, 20% കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്തു, 20% കുറച്ചു. 20% കൂട്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു, 20% കൂട്ടി, പിന്നെ 20% കുറച്ചു അല്ലെ. 0 നിങ്ങൾ മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലെ. 2ന്റെ സ്ക്വയർ എത്രയാ, 4 ആണല്ലോ. 2ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 2ന്റെ വർഗം 4. അപ്പൊ ഉള്ള ശമ്പളത്തിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞത് 4% കുറവ്. എപ്പോഴും കുറവായിരിക്കും കേട്ടോ. ഒരു നിശ്ചിത ശതമാനം കൂട്ടി അതേ ശതമാനം കുറച്ചാല് ഓൾവേസ് കുറവായിരിക്കും. ഓൾവേസ് അയാളെ സാലറി എന്ന് പറയുന്നത്, സാലറി എന്നല്ല എന്തോ ആയിക്കോട്ടെ, എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ ആയോ, ക്ലിയർ ആയോ? അത് കണ്ടുപിടിക്കാൻ ഒന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ശതമാനം എത്രയും നോക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, അതായിരിക്കും അതിന്റെ മൈനസ്, കുറവ്. ഇനിയിപ്പോ 30% കൂട്ടി എന്ന് വിചാരിക്കാം. 30% കൂട്ടി, എന്നിട്ട് 30% കുറച്ചു. അപ്പൊ 3ന്റെ സ്ക്വയർ എത്രയാണ്, 0 നമ്മൾ മൈൻഡേ ചെയ്യണ്ട. 3ന്റെ സ്ക്വയർ എത്രയാ, 9. അപ്പൊ 9% കുറവ്. 30 സെക്കൻഡ് എടുത്തോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ? 30 സെക്കൻഡ് എടുത്തോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതേപോലെയുള്ള സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ 100%, 90, അതായത് നിങ്ങളെ 90 എന്നുള്ള മാർക്ക്, 100% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റില് മേടിക്കാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായെങ്കിൽ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലെയുള്ള ടിപ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈസി മാത്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. എങ്കിൽ ഞാൻ ഇതേപോലെയുള്ള ടിപ്സുമായിട്ട് വേറൊരു ക്ലാസ്സിൽ വരുന്നത് വരെ ബൈ.